ഹിറ്റ് സംവിധായകൻ ആറ്റ്ലിയും അല്ലു അർജുനും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ്. ജവാൻ എന്ന സിനിമയുടെ വിജയത്തിനു ശേഷം ആറ്റ്ലിയും പുഷ്പ 2വിന്റെ വിജയത്തിനു പിന്നാലെ അല്ലുവും ഒന്നിക്കുന്ന സിനിമ വമ്പൻ ബജറ്റിലാകും ഒരുങ്ങുന്നതെന്നാണ് സൂചന. ഇപ്പോഴിതാ സിനിമയുടെ കഥ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ശ്രദ്ധ നേടുന്നത്. പുനർജന്മ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാകും അല്ലു അർജുൻ ആറ്റ്ലി ചിത്രം കഥ പറയുക എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അല്ലു അർജുൻ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെയാകും അവതരിപ്പിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ ഒന്ന് ആധുനിക കാലഘട്ടത്തിലുള്ളതും മറ്റൊന്ന് പഴയ കാലഘട്ടത്തിലുള്ളതായിരിക്കുമെന്നുമാണ് സൂചന. മാത്രമല്ല ചിത്രത്തിൽ 5 നായികമാരുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജാൻവി കപൂറുമായി ഇതിൽ ഒരു കഥാപാത്രത്തിനായി ചർച്ചകൾ നടക്കുന്നതായും സൂചനകളുണ്ട്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വർഷം ഏപ്രിലിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അടുത്ത വർഷത്തോടെ സിനിമ റിലീസ് ചെയ്യുമെന്നുമാണ് സൂചന. നേരത്തെ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ചും സിനിമയിലെ അല്ലുവിന്റെയും ആറ്റ്ലിയുടെയും പ്രതിഫലം സംബന്ധിച്ചുമുള്ള വാർത്തകൾ ശ്രദ്ധ നേടിയിരുന്നു. 600 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാകും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 250 കോടിയാകും അല്ലുവിന്റെ പ്രതിഫലമെന്നും റിപ്പോർട്ടുകളുണ്ട്. സംവിധായകനായ ആറ്റ്ലിക്ക് 100 കോടിയാണ് ലഭിക്കുന്നതെന്നും വാർത്തകളുണ്ട്. സൺ പിക്ചേഴ്സും അല്ലു അരവിന്ദിന്റെ ഉടമസ്ഥതയിലുള്ള ഗീത ആർട്സും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.